ഒരു മനുഷ്യൻ നമ്മുടെ അകത്തുനിന്ന് പ്രത്യക്ഷപ്പെടും. ആ വളർച്ചയുടെ അവസാനം ആ മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവന് പാപം ചെയ്യുവാൻ കഴിവുള്ളതല്ല. അവൻ പാപം ചെയ്യുന്നില്ല. കാരണം ബലം പിടിച്ച് നിർത്തിയത് കൊണ്ടാ ബ്രദർ? അല്ല. ദൈവവചനം പറയുന്നു പാപം ചെയ്യാൻ അവന് കഴിവില്ലാത്തത് കൊണ്ടാ. പാപം ചെയ്യാനുള്ള കഴിവില്ലെന്ന്. ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ അമ്മിട്ടുണ്ടാക്കുമായിരുന്നു. അമ്മിട്ട് കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഈ പടക്കം ഉണ്ടാക്കി കളിക്കുക, അമ്മിട്ടുണ്ടാക്കുക. അങ്ങനെ അമ്മിട്ടുണ്ടാക്കി ഒരു ദിവസം അമ്മിട്ട് കത്തിച്ചു. എല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്ന അമ്മിട്ടിന് ഗർഭം കലക്കി എന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. ഭയങ്കര സൗണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ ചിരട്ടയും കുപ്പിച്ചിലൊക്കെ ഇടും ഞങ്ങൾ. ഒരു അമ്മിട്ട് പൊട്ടുന്നില്ല. തീ കത്തി ഒരു സ്വരമില്ല. കുറേ നേരം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ തുറന്ന് ഒക്കെ പൊളിച്ച് ആ കടലാസും ചിരട്ടയൊക്കെ പൊളിച്ച് നോക്കിയപ്പോൾ അകത്ത് എന്തില്ല? മരുന്നിടാൻ മറന്നുപോയി. മരുന്നിടാൻ മറന്നുപോയി. അപ്പോൾ അകത്ത് എന്തില്ല? പൊട്ടാനുള്ള ശക്തി അകത്ത് ഇല്ല. അതുകൊണ്ട് ഇതിന് പൊട്ടാൻ കഴിയുന്നത് അല്ല. ദൈവത്തിന് ജനിച്ചതിനെ കുറിച്ച് പറയുക, ദൈവത്തിന് ജനിച്ചതിന് പാപം ചെയ്യുവാൻ കഴിവില്ല. കാരണം അകത്ത് പാപം ചെയ്യാനുള്ള മരുന്നില്ല. അകത്ത് പാപം ചെയ്യാനുള്ള മരുന്ന് അകത്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പാപം ചെയ്യരുത്. ഒരു സന്ദേശം കേൾക്കുമ്പോൾ പാപം ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹം. ഞാൻ ഇനി നന്മയെ ചെയ്യുന്ന തീരുമാനമെടുക്കുക. അങ്ങനെ തീരുമാനം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ കാര്യം വീണ്ടും ഞാൻ കോപിക്കരുത് ചിന്തിച്ചിട്ടാ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അറിയാതെ കോപിച്ചു പോയി. എന്താ ചെയ്യുക? അല്ലേ സഹോദരിമാരെ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചതാ, എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഇനി അവൾ എങ്ങനെ വന്നാലും ഞാൻ സ്നേഹിക്കുന്നത് ചിന്തിച്ചിട്ട് പോയത്. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ വരവ് കണ്ടപ്പോൾ ഞാൻ അറിയാതെ കോപിച്ചു പോയി. സ്നേഹിക്കുന്നതിന് പകരം തിരിഞ്ഞു പോയി. മനസ്സിലായോ? അമ്മേ. അപ്പോൾ പ്രിയരെ, നമ്മുടെ ആഗ്രഹത്തെക്കാൾ ഉപരിയായൊരു ശക്തി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ ആഗ്രഹത്തെക്കാൾ ഉപരിയായൊരു ശക്തി നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. അമ്മേ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പാപം ചെയ്യരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ആമേ. ഹല്ലേലൂയ. പക്ഷേ പാപം ചെയ്യാനുള്ള ശക്തി അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ അകത്ത് കിടക്കുക. പൊട്ടാനുള്ള മരുന്ന് അകത്തിട്ടിട്ടാണ് പൊട്ടരുതെന്ന് ആഗ്രഹിക്കുന്നത്. ആമേ. തീ എവിടെ ഇതിന്റെ അടുത്ത് കൂടി പോയ തിരിക്ക് തീ പിടിച്ചാ പൊട്ടും. ഉറപ്പാ. തിരിക്ക് തീ പിടിച്ചാ പൊട്ടും. ആമേൻ. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പാപം ചെയ്യരുതെന്ന്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ആ നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. എങ്കിൽ എൻ്റെ അകത്ത്, രക്ഷിക്കപ്പെട്ട എൻ്റെ അകത്ത് പാപം വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അയ്യോ, ഞാൻ ആരെ ഇഷ്ടം മനുഷ്യ. ഇങ്ങനെ ഒരു വിളി കർത്താവ് പറഞ്ഞു തരും എന്ത് ചെയ്യണം അടുത്ത്. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവദാസന് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല പുതിയ നിയമസഭയിൽ. ആമേ. പകരം പുതിയ നിയമസഭയിൽ വെളിപ്പെടൂ. ആമേ. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. കാരണം പാപം ചെയ്യുവാൻ കഴിവ് അവന്റെ ഉള്ളിലില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവന്റെ ഉള്ളിൽ കിടക്കുന്നു. ഇതാണ് ദൈവസഭ. ന്യായപ്രമാണത്തിന് ഇത് കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന്റെ ബലഹീനത നിമിത്തം അവർ പാപത്തിൽ വീണുവെങ്കിൽ ഇതാ ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പാൻ ഒരുവൻ കടന്നു വന്നു. അവനായി എന്റെ നാഥൻ യേശു ക്രിസ്തു. ഇതാ പുതിയ നിയമസഭയുടെ ശുശ്രൂഷ. അല്ലാണ്ട് ഇത് പഴയതായിട്ടിട്ട് കുഴച്ചു കഴിഞ്ഞാൽ വീണ്ടും പാപം ചെയ്യും. പഴയതായിട്ടിട്ട് കുഴച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് പോകും. അതിനെ കഴിയാത്തതിനെ ചെയ്യാനാ കർത്താവ് വന്നേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ഇടയാകും. ചില ബേസിക് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ മനുഷ്യനെ വെളിപ്പെടുത്തി തരികയും നമുക്ക് പഠിപ്പിച്ച് തരികയും ചെയ്യും. ദൈവത്തിൻ്റെ ദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ ക്ലാസ് പോലും നിങ്ങൾ കളയരുത്. കാരണം നിങ്ങൾക്കൊരു പുസ്തകത്തിൽ ഇത് കിട്ടത്തില്ല, ഒരു ബൈബിൾ കോളേജിൽ ഇത് കിട്ടത്തില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ബൈബിൾ കോളേജിലെല്ലാം കഴിഞ്ഞതാ. ഇവിടെ എങ്ങും ഇതൊന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല.
അതുകൊണ്ട് ഫൗണ്ടേഷനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ അകത്തുള്ള അതേ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്ത് തരുവാനായിട്ടിടയാകും, പണിതെടുത്ത് തരുവാനായിട്ടിടയാകും. ആമേൻ, ഹല്ലേലൂയ. Glory to God. Hallelujah. ഇനി ഒരല്പമായിട്ട് നമ്മൾ മനുഷ്യൻ്റെ സ്റ്റേജുകളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്, മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകും. ഇതെല്ലാം ഒരു ഫൗണ്ടേഷൻ ടീച്ചിങ്സ് മാത്രമാണ്. യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവനൊരു ഇൻവിസിബിൾ ബീയിങ് ആണ്. നമുക്കെപ്പോഴും വിസിബിൾ ബീയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നേ. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. റിയലി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ഇൻവിസിബിൾ, അദൃശ്യനായ ഒരു ജീവിയാണ്. നമുക്ക് ഭൗതിക ലോകം മാത്രം അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യനെ ദൃശ്യമായതായിട്ട് മനസ്സിലാക്കുന്നത്. അദൃശ്യനായ മനുഷ്യൻ ദൃശ്യമായ ബോഡിയിൽ, ശരീരത്തിൽ എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അദൃശ്യനായ മനുഷ്യൻ ദൃശ്യനായ ബോഡിയിൽ. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ മൂന്നായിട്ട് മുറിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. കടന്നു വന്നിട്ട് ഒരാൾ കൂടി എനിക്ക് വേണം. വൺ മോർ പേഴ്സൺ. കം. യെസ് ബ്രദർ, കം. യെസ് യെസ്, കം 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 ഫാസ്റ്റ്. 1 തെസ്സലോനിയൻസ് 5:23 മനുഷ്യനെ മൂന്നായിട്ട് മുറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിച്ച് 5:23. 1 Thessalonians chapter 5 verse 23. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ 3 ഭാഗങ്ങളെ അവിടെ ദൈവവചനം കാണിക്കുക. ഏതൊക്കെയാണ്? ആത്മാവ്, പ്രാണൻ, അതായത് ദേഹി, സോള്, ദേഹം, ശരീരം. 3 ഭാഗങ്ങൾ. ഇത് തന്നെയാണ് ഹെബ്രായ ലേഖനം 4:12 ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ദൈവവചനം പറയുന്നു, 2-3 പേരുടെ സാക്ഷ്യം ഒഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വായിച്ച് മനുഷ്യന്റെ 3 ഭാഗങ്ങളെ കുറിച്ച് 4:12 ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും പ്രാണെന്ന് വെച്ചാൽ ദേഹി, സോള്, ആമേൻ, ആ പ്രാണനെയും ആത്മാവിനെയും സ്പിരിറ്റ്, ആമേൻ. ഇപ്പൊ 2 ഭാഗം കഴിഞ്ഞ് ഇനി സന്ധിമജ്ജകൾ എന്ന് പറഞ്ഞാൽ ബോഡി, ശരീരം, ആമേൻ, തുളച്ച് ചെല്ലുന്നതാ. അപ്പോൾ പ്രിയരെ, ഒരു മനുഷ്യനെ കുറിച്ച് ദൈവവചനം പറയുന്നത് മനുഷ്യന് 3 ഭാഗങ്ങൾ ഉണ്ട്. ആമേൻ. മനുഷ്യന് 3 ഭാഗങ്ങൾ, പൂർണ്ണ മനുഷ്യന് 3 ഭാഗങ്ങൾ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഉൽപ്പത്തി 2:7 പ്രകാരം ദൈവം ഭൂമിയിൽ നിന്ന് പൂഴിയെടുത്തു, എന്നിട്ട് അതിനെ കുഴച്ച്. അപ്പോൾ എന്തുമാത്രമേ ഉള്ളൂ ആ സമയത്ത്? ആ ശരീരം മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിലേക്ക് ദൈവം ഒരു കാര്യം ചെയ്യുവാൻ പോവുകയാണ്. ഈ ശരീരത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ ഊതുവാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം, ആത്മാവ് എവിടെ നിന്നാണ് വന്നേ, ബോഡി എവിടെ നിന്നാണ് വന്നതെന്ന് ശ്രദ്ധിച്ചോളണം. ബോഡി എവിടെ നിന്നാണ് എടുത്തേ? ലോകത്തിൽ നിന്ന്. ആമേൻ. ആത്മാവ് എവിടെ നിന്ന് വന്നേ? വേറൊരു കാര്യം ചെയ്യുക, വേറെ അവിടെ ഇരിക്കേ, അവിടെ സെൻട്രലിൽ പൊങ്ങി വരിക. ഞാൻ പറയുമ്പോൾ മാത്രമേ പൊങ്ങാൻ പാടുള്ളൂ. ഇപ്പം ഇദ്ദേഹം ഇല്ലാതെ കൂട്ടിക്കോളണം. ഓക്കെ, ഇപ്പം ശരീരം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ദൈവം ഈ ശരീരത്തിലേക്ക് ഊതാൻ പോകുമ്പോൾ ഈ മനുഷ്യനിലേക്ക് ആത്മാവ് പ്രവേശിക്കാൻ പോവുക. ഇതാണ് ആത്മാവ്, ഈ വ്യക്തിയാണ് ആത്മാവ്. ഓക്കെ, ഗ്ലോറി. മിനിസ്ട്രിയിൽ പങ്കെടുക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഉടനെ തന്നെ പുതിയ ഒരെണ്ണം ക്രമപ്പെടുകയാണ്. സോൾ, മനുഷ്യൻ. പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യൻ പ്രമോട്ട് ചെയ്യപ്പെട്ടു. പ്രമോഷൻ കിട്ടി മനുഷ്യന്. പൊടി കൊണ്ടുള്ള മനുഷ്യന് പ്രമോഷൻ കിട്ടി. മനുഷ്യൻ പ്രമോട്ട് ചെയ്യപ്പെട്ട്, അതായത് മൃഗ ലെവലിൽ നിന്ന് അവൻ പ്രമോട്ട് ചെയ്യപ്പെടും. മൃഗത്തിന് എന്ത് മാത്രമേ ഉള്ളൂ? ശരീരം
മാത്രമേ ഉള്ളൂ. മൃഗ ലെവലിൽ നിന്ന് അവൻ പ്രമോട്ട് ചെയ്യപ്പെട്ടു, അവൻ ഉയരപ്പെട്ട് അവൻ ജീവനുള്ള, ജീവൻ എന്ന് വെച്ചാൽ ആത്മാവ്. ആമേൻ. ആ കരം ചേർത്ത് പിടിച്ച്. അവൻ ജീവനുള്ള, ഈ കരം ചേർത്ത് പിടിച്ചു. ജീവൻ, ആത്മാവ്. ആമേൻ. ദൈവിക ജീവൻ, ജീവനുള്ള ദേഹിയായി തീർന്നു. ആമേൻ. ദൈവം ഒന്നുകൂടി കാണിക്കാം. താഴെ ഇരുന്നാട്ടെ. ഇപ്പോൾ ദേഹിയില്ല, ശരീരം മാത്രമേ ഉള്ളൂ. ഈ സമയത്താണ് ദൈവം തൻ്റെ ശ്വാസം അങ്ങോട്ട് ഊതുന്നത്. ഊതിയ സമയത്ത് പുതിയതൊരെണ്ണം വെളിപ്പെടുകയാണ്, ദേഹി. മനസ്സിലായോ? അങ്ങനെ മനുഷ്യൻ ആരായി തീർന്നു? അവൻ പ്രമോട്ട് ചെയ്യപ്പെട്ട് ജീവനുള്ള, ആത്മാവുള്ള സോളായി, ദേഹിയായി തീർന്നു. മനസ്സിലായോ? ബേസിക്കാ. ഹല്ലേലൂയ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇരിക്കെ. ദൈവം ഭൂമിയിൽ നിന്ന് പൂഴിയെടുത്തു, ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി. ഏമേ. ദൈവം മൃഗങ്ങളെല്ലാം ഉണ്ടാക്കിയത് മണ്ണുകൊണ്ട് തന്നെയാണ്. ഏമേ. ഇത് മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് മൃഗങ്ങൾക്കില്ലാത്തതൊന്ന് കൊടുക്കാൻ പോവുകയാണ്, തൻ്റെ ആത്മാവിനെ. ആമേ. ആത്മാവ് ദൈവത്തിൻ്റെ പാട്ടാ, ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നേ. ശ്വാസം, നമ്മൾ ബലൂൺ ഊതിക്കൊണ്ടിരുന്നേ, ബലൂൺ ഊതി വീർപ്പിക്കുക. ഈ ബലൂണിൻ്റെ ഉള്ളിലുള്ള വായുവൊക്കെ എവിടെ നിന്നാണ് വരുന്നേ? നമ്മുടെ ഉള്ളിൽ നിന്നാ. അപ്പോൾ ദൈവം എവിടെ നിന്നാ ഊതിയ മനുഷ്യൻ്റെ ഉള്ളിലേക്ക്? ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നാ. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താ? ശരിക്കും ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ആമേ. പക്ഷെ മനുഷ്യൻ്റെ പുറത്തുള്ളത് ഏതാ? ഭൂമിയിലുണ്ടായിരുന്നതാ. ഇതാ വ്യത്യാസം. മനസ്സിലായോ? മനുഷ്യൻ്റെ പുറത്തുണ്ടായിരുന്നത് ഭൂമിയിലുള്ളതും മനുഷ്യൻ്റെ അകത്തുള്ളത് ദൈവത്തിൽ നിന്നുള്ളതും. ആമേ. ഇത് ദൈവം തൻ്റെ ആത്മാവിനെ ഊതിയപ്പോൾ ഇതൊരു പുതിയൊരു പ്രൊഡക്റ്റ് വരികയാണ്. ആ പ്രൊഡക്റ്റാണ് ഇതാ ദേഹി. ഏത് ദേഹി? ജീവനുള്ള ദേഹി, ദൈവിക ജീവനുള്ള ദേഹി. എല്ലാം കോർത്ത് പിടിച്ചോ. മനസ്സിലായോ? ഇതാണ് പൂർണ്ണ മനുഷ്യൻ. ആമേ. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, അല്ലെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം. ആമേ. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ സ്ലോയിലോ പോകുന്നേ ലോറി. ഇനി തുടർന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പൂർണ്ണ മനുഷ്യനെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? കൈവയ്ക്ക്. ആരുമില്ല. പൂർണ്ണ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ആരും കൈവക്കുന്നില്ലല്ലോ. പൂർണ്ണ മനുഷ്യനെ കണ്ടിട്ടുള്ളവര് ആരുമില്ല. ഗ്ലോറി. ആമേ. ഈ മനുഷ്യന്റെ ഏത് പാർട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ? നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ? ശരീരം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ദേഹിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോ ദേഹിയും ആത്മാവും ഒക്കെ ഏത് മണ്ഡലത്തിലാ? ഇൻവിസിബിൾ, അദൃശ്യ മണ്ഡലത്തിലാ. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന്റെ ദേഹിയോ മനുഷ്യന്റെ ആത്മാവും അല്ല, അദൃശ്യ മണ്ഡലത്തിലാ, കാണുവാനേ പറ്റുന്നില്ല. ആമേൻ. ഇനി നമ്മൾ ഇതിനൊരു 100%, മൊത്തത്തിൽ 100% ഇട്ടിട്ട് ഓരോന്നിനും ഒരു പെർസെൻറ്റേജ് കൊടുത്താൽ എത്രയായിട്ട് കിട്ടും? 33.3 സംതിങ് അല്ലേ? 33.3% ആയിട്ട് അപ്രോക്സിമേറ്റ് അത് തിരിയുവാനായിട്ട് തുടങ്ങും. ശരിയല്ലേ? ഇനി ശരീരത്തിന് കൊടുത്ത് 33.3, ദേഹിക്ക് കൊടുത്ത് 33.3, ആത്മാവിനും കൊടുത്ത് 33.3. മനുഷ്യന്റെ മേജർ പാർട്ട് ഏത് മണ്ഡലത്തിലാണ്? കൂടുതലും പാർട്ട് വിസിബിൾ മണ്ഡലത്തിലാണോ, കാണാൻ പറ്റാത്ത മണ്ഡലത്തിലാണോ, കാണാൻ പറ്റുന്ന മണ്ഡലത്തിലാണോ? കാണാൻ പറ്റാത്ത മണ്ഡലത്തിലാ. മനസ്സിലായോ? മനുഷ്യൻ കാണാൻ പറ്റാത്ത മണ്ഡലത്തിലാ. പക്ഷെ അവന് കാണാൻ പറ്റുന്ന ഒരു ശരീരം ദൈവം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യൻ കാണാൻ പറ്റാത്ത മണ്ഡലത്തിലാ ആ മനുഷ്യനായിരിക്കുന്നത്. മനുഷ്യന്റെ മേജർ ഭാഗം ദേഹിയും ആത്മാവും കാണാൻ പറ്റാത്ത മണ്ഡലത്തിലാ. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ നമ്മൾ അറിയുന്ന ശരീരം 33.3% മാത്രമേ എവിടെയുള്ളൂ? കാണാൻ പറ്റുന്ന മണ്ഡലത്തിൽ ഉള്ളൂ. ഈ ഒരു ബോധാകത്ത് വേണം ആദ്യം. ആമേൻ. ഹല്ലേലൂയ. ഈ ശരീരമല്ല ശരീരത്തിനെ ഡ്രൈവ് ചെയ്യുന്നേ. ആമേൻ. ഈ ദേഹിയിൽ കടന്നു വരുന്ന
മനുഷ്യൻ്റെ ദേഹിയിൽ മൈൻഡ്, വിൽ, ഇമോഷൻ, ഇത് 3 പാർട്ട്. ഇതാണ് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി. ഇതാണ് ഈ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളാണ് ഈ ശരീരത്തെ ഡ്രൈവ് ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ഈ ശരീരം ഇന്ന് ഇവിടെ വന്നില്ലേ? എൻ്റെ കാരണം എന്താ? നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നില്ലേ? ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നു. ഇന്ന് മുതൽ 7 ദിവസം ഇവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നപ്പോഴാണ് മനസ്സാണ് ശരീരത്തോട് പറഞ്ഞത്, എഴുന്നേക്കട, രാവിലെ കിടന്ന് ഉറങ്ങാതെ, സമയത്തിന് മുമ്പ് അവിടെ ചെല്ലണം കേട്ടോ എന്ന് പറഞ്ഞ് ഈ ശരീരത്തെ കൊണ്ടുപോയി കുളിപ്പിച്ചും കുളിപ്പിക്കാതെയും. ആമേൻ. തുടർന്ന് കൂടു. അല്ല, അതും ചിന്തയാണ് നിയന്ത്രിക്കണേ. കുളിപ്പിക്കണോ കുളിപ്പിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ചിന്തയാ. മനസ്സിലായോ? മനുഷ്യരുടെ മുമ്പിൽ നന്നായി പോകണമെന്ന് ചിന്തിക്കുന്നതും ഇവിടുത്തെ ചിന്തയാ. ഈ ചിന്തയ്ക്കാണ് നമ്മൾ പറയുന്നത് കൾച്ചർ. മനസ്സിലായോ? ഇത് ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. തുടർന്ന് ഈ വ്യക്തിയെ ആലയത്തിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഡ്രൈവ് ചെയ്യണേ ഏതാ? നമ്മുടെ ചിന്തകളാ. ഇനി ഒരു വ്യക്തിയെ മാറ്റണമെങ്കിൽ എന്താ മാറ്റണ്ടേ? ശരീരത്തെ പിടിച്ച് മാറ്റണോ അതോ ചിന്തയെ മാറ്റണോ? അപ്പോൾ നമ്മുടെ ചിന്തയെ മാറ്റിയാൽ നമ്മളെ മാറ്റാം. മനുഷ്യന്റെ ചിന്തയെ മാറ്റിയാൽ മനുഷ്യനെ മാറ്റാം. ഈ മനുഷ്യന്റെ ചിന്തയെ മാറ്റുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. ആമേൻ. ഈ മനുഷ്യന്റെ ചിന്തകളെ മാറ്റുന്നതിൻ്റെ പേരാണ് മനസ്സിനന്തരം. ആമേൻ. അത് ദൈവവചനപ്രകാരമുള്ള മനസ്സിനന്തരവും ഉണ്ട്, അല്ലാത്ത അന്തരങ്ങളും ഉണ്ട്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ദൈവവചനപ്രകാരം മാറ്റുന്ന അന്തരങ്ങളെ കുറിച്ചാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇനി മനുഷ്യന്റെ ഭൂരിഭാഗവും അദൃശ്യ മണ്ഡലത്തിലാണെന്ന് നാം കേട്ടു. അപ്പൊ നമുക്ക് ശരിക്കും വരേണ്ട മാറ്റങ്ങൾ എവിടെയാ? അദൃശ്യ മണ്ഡലത്തിൽ മാറ്റങ്ങൾ വരണം. ആമേൻ. എങ്കിലേ ദൃശ്യമണ്ഡലത്തിൽ അത് പ്രകടമാകത്തുള്ളൂ. ദൃശ്യമണ്ഡലത്തിൽ അത് പ്രകടമാകാത്തതിന്റെ കാരണം അദൃശ്യ മണ്ഡലത്തിൽ മാറ്റങ്ങൾ വരാത്തത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. ഇനി ഈ 3 പാർട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം. ഇത് 3 കൂടി ചേർന്നാണ് സമ്പൂർണ്ണ മനുഷ്യൻ. എന്നാൽ സൃഷ്ടിപ്പിൽ മനുഷ്യൻ ഒരു ലെവൽ വരെ വന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മനുഷ്യൻ ആദ്യം തന്നെ ഒരു ശരീരമായിരുന്നു. ദൈവം ഒരു ശരീരം ഉണ്ടാക്കി ആ മനുഷ്യനെ പ്രൊമോട്ട് ചെയ്തു. എങ്ങോട്ടേക്ക് പ്രൊമോട്ട് ചെയ്തേ? ജീവനുള്ള ദേഹിയായി അവനെ പ്രൊമോട്ട് ചെയ്തു. ശരീരത്തിൽ നിന്ന് മനുഷ്യനെ പ്രൊമോട്ട് ചെയ്തു ജീവനുള്ള ദേഹി തലത്തിലേക്ക്. ആമേൻ, ഹല്ലേലൂയ. ഇനി ഇവന് വേണ്ടി ഒരു പ്രൊമോഷൻ കൂടി കാത്തു കിടക്കുന്നുണ്ട്. ഈ മനുഷ്യന് വേണ്ടി ഇനി ഒരു പ്രൊമോഷൻ കൂടി കാത്തു കിടക്കുന്നുണ്ട്. ദൈവം ഇവനെ മൃഗതലത്തിൽ നിന്ന് ജീവനുള്ള മാനുഷിക തലത്തിലേക്ക് ഇവനെ ഉയർത്തി. ഇനി ഇവന് വേണ്ടി ഒരു പ്രൊമോഷൻ കൂടി കാത്തു കിടക്കുന്നുണ്ട്. ഇവനെ കർത്താവ് ആത്മതലത്തിലേക്ക് ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 8-ാം അധ്യായം പറയുകയാണ്, ദൈവത്തിനൊപ്പത്തിനൊപ്പം അല്ല മനുഷ്യനെ സൃഷ്ടിച്ചേ. ആമേൻ. ദൈവത്തിനൊപ്പത്തിനൊപ്പം അല്ല മനുഷ്യനെ സൃഷ്ടിച്ചേ, ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തിയാ സൃഷ്ടിച്ചേ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം ആത്മാവാ. ആമേൻ. മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിലും മനുഷ്യൻ ആത്മാവുള്ള ദേഹിയാ. ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിലും
ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യൻ ആത്മാവുള്ള ജീവനുള്ള ദേഹിയ. ശരീരം എന്നല്ല പറഞ്ഞ്, ആത്മാവെന്നല്ല പറഞ്ഞ്, ദേഹിയ. ഉൽപ്പത്തി 2:7 കൂടി വായിച്ച്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ആരായി തീർന്നു? ശരീരത്തിലായിരുന്ന മനുഷ്യൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ഇപ്പോ ജീവനുള്ള ദേഹിയായി തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതാണ് സങ്കീർത്തനം 8-ാം അധ്യായം. അവിടെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ ഇത്ര മഹത്വത്തെ സൃഷ്ടിച്ചുവെങ്കിലും ദൈവത്തിനൊപ്പത്തിനൊപ്പമല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിയാ സൃഷ്ടിച്ച. വായിച്ച്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ദൈവം ആത്മാവാ. ഗോഡ് ഈസ് സ്പിരിറ്റ്. എന്നാ മനുഷ്യനോ ദൈവസാദൃശ്യത്തിലാണെങ്കിലും മാൻ ഈസ് സോൾ. ആമേൻ. പക്ഷെ അവനൊരു സ്പിരിറ്റും ഉണ്ട്. ഇനി ഈ സോൾ രൂപത്തിലുള്ള ഈ വാക്യങ്ങൾ ഇനി ഒന്നും കൂടി ഉറപ്പിക്കണമെങ്കിൽ വായിച്ച് ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 15:45, 1:45. നമ്മുടെ പുതിയ നിയമ അവസ്ഥയിൽ ഇത് വ്യത്യാസം വരും കേട്ടോ. പുതിയ നിയമത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇത് വ്യത്യാസം വരും. നിങ്ങൾ ഇപ്പോൾ ഉൽപ്പത്തിയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. വായിച്ചോളൂ. 1 കൊറിന്ത്യൻസ് 15-ാം അധ്യായം 45-ാം വാക്യം. ഒന്നാം മനുഷ്യനായ ആദം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആരെ കുറിച്ചാ? ഒന്നാം മനുഷ്യനായ ആദത്തെ കുറിച്ച് സംസാരിക്കണം. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നു. കണ്ടോ? ഇത് ഉൽപ്പത്തി റിപ്പീറ്റ് ചെയ്യണോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച് വീണ്ടും ആവർത്തിക്കുക. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹിയായി തീർന്നു. 2-3 പേരുടെ സാക്ഷ്യമൊഴിയിൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഇനി ഇത് മാറരുത്. ദൈവവചനം അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കണം. ഏമേ. കാരണം ഇതല്ലാതെ പഠിപ്പിക്കുന്ന രീതിയുണ്ട്, അവിടെ തെറ്റിപ്പോകും. ഏമേ. ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ അത് അങ്ങനെയല്ല. മാറ്റം വരും. നമ്മുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ വേറെ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഏമേ. ജീവനുള്ള ദേഹിയായി തീർന്നു. ആത്മാവുള്ള ദേഹി, സോള്. ഏമേ. സ്പിരിറ്റുള്ള സോളായി തീർന്നു. ആത്മാവുള്ള ദേഹിയായി തീർന്നു. ഇനി ഈ അവസ്ഥയിൽ നിന്ന് ദൈവം ഈ വ്യക്തിയെ അടുത്ത പ്രമോഷൻ കൊടുത്ത് ഇവനെ ദൈവത്തിനൊപ്പത്തിനൊപ്പം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഏമേ. ഇവനെ ആത്മതലത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവന്റെ സോളിനെ ആത്മാവിലേക്ക് ലയിപ്പിച്ച് ഇവനെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി കഴിച്ചാൽ ഇവൻ എന്നേക്കും ജീവിക്കുവാനായിട്ട് ഇടവരും. ഉയർന്ന തലത്തിലേക്ക് വരും. ആമേൻ. അങ്ങനെ ആത്മതലത്തിലേക്ക് വരുമ്പോഴാണ് ഇവൻ ആത്മാവാൽ നയിക്കപ്പെടുന്നവനായി തീരുന്നത്. അങ്ങനെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആമേൻ. ഹല്ലേലൂയ. ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആ ലെവലിലേക്ക് ഇവൻ കടന്നു വരണം. അതിന് ഇവനൊരു ജയം പ്രാപിക്കണം. ഈ സമയത്ത് തന്നെ ഇവനൊരു ജയം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ജയം പ്രാപിച്ച മക്കൾ ആത്മരൂപത്തിലേക്കാകുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് കർത്താവ് ആത്മാവാകുന്നു. ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ് നൗ ലോർഡ് ഈസ് സ്പിരിറ്റ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ കർത്താവ് എന്തല്ല? ആത്മാവല്ല. എബ്രായ ലേഖനം പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടെയുള്ളവനാകയാൽ അവനും ജഡരക്തങ്ങളോട് കൂടെയുള്ളവനായി ഭൂമിയിലേക്ക് വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഏമേ. ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി ഭൂമിയിലേക്ക് വന്നു. ഇതേ രൂപത്തിൽ തന്നെ ഭൂമിയിലേക്ക് വന്നു. ഇതേ രൂപത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ തൻ്റെ ബോഡിയെ തകർത്തു. ഏമേ. പിതാവിനെ അനുസരിച്ചു. താൻ ജയം പ്രാപിച്ചു. ഉയർത്തെഴുന്നേറ്റിട്ട് ആത്മാവിൽ ദൈവപുത്രനായിട്ട് തെളിഞ്ഞു. ഏമേ. ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. 1 ജോൺ ചാപ്റ്റർ 3 പറയുകയാണ് ഇനി നമ്മളെ ഏത് രൂപത്തിലായിത്തീരുന്നറിയാമോ? എനിക്കിപ്പോൾ സഹോദരങ്ങളെ കാണാം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ജഡത്തിൽ വസിക്കുന്ന ആത്മാവാ. ആമേൻ. അതുകൊണ്ട് ജഡത്തിന് ജഡത്തെ കാണാം. ജഡത്തിന് ജഡത്തെ കാണാം. ഇവിടെ ധാരാളം ദൂതന്മാർ ഇവിടെയുണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? നമ്മൾ ആത്മതലത്തിലേക്ക് ഉയർന്നിട്ടില്ല.
ആത്മതലത്തിലേക്ക് ഉയർന്നാൽ നമുക്ക് ആത്മാക്കളെ കാണുവാനായിട്ട് കഴിയും. അമ്മേ, കർത്താവ് ആത്മാവാകുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഇപ്പോ ദൈവത്തിന്റെ വചനം പറയുക, നമ്മൾ യേശുക്രിസ്തുവിന്റെ വരവിൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ജയം പ്രാപിച്ച മക്കൾ അവർ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നാം അവനെ, യേശുവിനെ, താനായിരിക്കുന്നത് പോലെ, കർത്താവ് ആത്മാവാ, താനായിരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ നാം ഇന്നത്തെ രൂപത്തിലായിരിക്കത്തില്ല, നാം അവനോട് സദൃശ്യരാകും. ആത്മാവാകുന്ന കർത്താവിനോട് നാം സദൃശ്യരാകും. അപ്പോൾ നമുക്ക് കർത്താവിനെ കാണുവാനും കഴിയും. അത് ജയം പ്രാപിക്കുന്നവർക്കാണ്. മനസ്സിലായോ? ആ ഉന്നത തലത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരും. അങ്ങനെ ആത്മാവാൽ നമ്മൾ നയിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് പറയുന്നതായിരിക്കും ബോഡി കേൾക്കാൻ പോകുന്നത്. ആമേ, ഹല്ലേലൂയ. ആ സമയത്ത് നമുക്ക് ഈ ബോഡി ആയിരിക്കത്തില്ല, ഈ ജഡരക്തത്തിൻ്റെ ബോഡി ആയിരിക്കത്തില്ല. കാരണം ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. എമേ 15:50 എമേ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. പകരം ഈ ബോഡിയും ഒന്ന് തകർത്തിട്ട് ഇതാ വേറൊരു ബോഡി അവിടെ തരും. രൂപത്തിന് അന്തരം വരുന്ന മറ്റൊരു ബോഡി. ഹല്ലേലൂയ. രക്തം ജീവൻ കൊടുക്കാത്ത ആത്മാവ് ജീവൻ കൊടുക്കുന്ന മറ്റൊരു ബോഡിയും നമുക്ക് തരുവാനായിട്ട് ഇടയാകും. ആ ബോഡി നമ്മുടെ കൺട്രോളിലായിരിക്കും. പ്രത്യക്ഷപ്പെടണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം, അല്ല അകത്തേക്ക് വലിക്കണമെങ്കിൽ അകത്തേക്ക് വലിക്കാം. കാരണം സ്പിരിറ്റാണ് അതിനെ, സ്പിരിറ്റ് കൺട്രോൾഡ് ഫിസിക്കൽ ബോഡി. അത് ഫിസിക്കൽ ബോഡി തന്നെയായിരിക്കും, പക്ഷെ സ്പിരിറ്റ് കൺട്രോൾഡ് ഫിസിക്കൽ ബോഡി. ഇപ്പോൾ ഒരു ഡോർ അടഞ്ഞു കിടക്കുകയാണ്. ആ അടഞ്ഞു കിടക്കുന്ന ഡോറിലൂടെ നമുക്കിപ്പോൾ ഈ ശരീരത്തിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. എന്നാൽ ആ മറ്റ് ശരീരം വരുമ്പോൾ അതിലൂടെ നമുക്ക് കയറി പോകാം. ഗ്ലോറി. കാരണം സ്പിരിറ്റാണ് ആ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, അടഞ്ഞു കിടക്കുന്ന റൂമിലേക്ക് യേശു വന്നങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ എമ്മോസിൽ പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടക്കുകയാണ്. അതൊക്കെ സ്പിരിറ്റാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആത്മാവ് നയിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അനേകരും ഇന്ന് നടക്കുന്നത് കാഴ്ചയാല. ലോകത്തിൽ നിന്നാണ് ഇന്ന് നടപ്പ് ഇങ്ങോട്ടേക്ക് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നടപ്പ് ലോകത്തിൽ നിന്നല്ല, ആത്മാവിൽ നിന്ന് തിരിച്ചായിരിക്കും ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ഡയറക്ഷനിൽ നമ്മൾ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. പ്രിയരെ, നിങ്ങൾ പല ഭാഗങ്ങളുടെയും ഇൻട്രൊഡക്ഷൻ, ചില അടിസ്ഥാന കല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ഇടുന്നതായിട്ട് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇനി യഥാർത്ഥ മണ്ഡലത്തിലേക്ക് നമ്മളിനി കയറാനുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹത്തിലേക്ക് കയറാനുണ്ട്, പഠിക്കുവാനുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. ഏമേ, അതുകൊണ്ട് ഒരൊറ്റ ക്ലാസ് പോലും മുടങ്ങരുത്. പ്രത്യേകിച്ച് ദൈവദാസന്മാരായിട്ടുള്ള ആരെങ്കിലും ക്ലാസ്സുകൾ മുടങ്ങുന്നുവെങ്കിൽ അവരോട് പ്രത്യേകം പറയണം, നിങ്ങൾ ആ ക്ലാസ്സുകൾ മുടങ്ങരുത്. ഇതൊരു വലിയൊരു ഫൗണ്ടേഷനാണ്. നിങ്ങളുടേതായ ആത്മീയ ജീവിതത്തിൻ്റെ ആ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇത് നിങ്ങളെ കൊണ്ടുപോരുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഷേപ്പാണ് ഇവിടെ ആയിരിക്കുന്നത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതേ ഷേപ്പ് തന്നെ റീറ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം. എന്നാൽ അതിൽ ഉത്തരം പറയുവാനായിട്ട് ഒരു ബൈബിളിൽ ഒരു സംഭവം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു. അതിനൊരു സംഭവം കൂടി, അതിനെ ഒരു ഭൂമിയിൽ നടന്നൊരു സംഭവം കൂടി ഞാൻ പറയാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപം ആർക്കെങ്കിലും അറിയാമോ? റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മളെ ഇന്ന രൂപത്തിൽ നമ്മളെ ആകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഏമേ, നമ്മൾ ആ രൂപത്തിലായിരിക്കും സ്വർഗത്തിലെല്ലാവരും ആകുവാനായിട്ട് പോകുന്നത്. ഒന്ന് വാക്യം വായിച്ചുകൊണ്ട് ഒരു സംഭവം കൂടി ഞാൻ പറയാം. വാക്യം വായിച്ചാട്ടെ. അവൻ മുന്നറിഞ്ഞവരെ ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രനായ യേശു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരോട് ആ രൂപത്തിലായി തീരാനാ മുൻ നിയമിച്ചിരിക്കുന്നേ? യേശുവിന്റെ രൂപത്തിലാകുവാൻ മുൻ നിയമിച്ചു കഴിഞ്ഞു. ഇനി ഇതാണ് ബൈബിൾ പറയുന്നത്. ഇനി ഞാൻ കേട്ടൊരു സംഭവം പറയാം, ഞാൻ അനുഭവിച്ചതല്ല. ഒരു അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ
ഒരിക്കൽ സ്വർഗീയ ദർശനങ്ങൾ പലതും പ്രാപിച്ച് അദ്ദേഹം അത് മുഴുവൻ വീഡിയോയിൽ DVD റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ആ DVD ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. അന്ത്യസിംഹാസന ന്യായവിധിയിൽ അല്ലെങ്കിൽ വെള്ള സിംഹാസന ന്യായവിധിയിൽ അതുവരെ നമ്മളുടേതായ അതേ രൂപം തന്നെ റീറ്റെയിൻ ചെയ്യും. ഈ ഫിസിക്കൽ ബോഡി തന്നെയായിരിക്കും അതുവരെ നമുക്ക് നിൽക്കുന്നത്. ഇപ്പോൾ പൗലോസിനെ അദ്ദേഹം കണ്ടു എന്ന് പറയുന്നു. ഇതൊന്നും ബൈബിളിക്കലല്ല, അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് എടുക്കുക. പൗലോസിൻ്റെ ശരീരത്തിൽ വളരെയധികം മുറിവുകളുണ്ട്. ഇതെല്ലാം ഈ ഭൂമിയിൽ വെച്ച അതേ മുറിവുകൾ റീറ്റെയിൻ ചെയ്തിരിക്കുക. കാരണം അവിടെ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം കർത്താവിനെന്ന് കാണുവാൻ വേണ്ടിയാണ്, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു എന്ന് അറിയുവാൻ വേണ്ടി. പക്ഷെ ഈ ഒരു അവസ്ഥയ്ക്ക് വെള്ള സിംഹാസന ന്യായവിധി വരുമ്പോൾ മാറ്റം വരും. ആ ലാസ്റ്റ് പോയിന്റിൽ, അതായത് ഇവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരെണ്ണം എത്തിയിട്ടില്ല. ലാസ്റ്റ് വെള്ള സിംഹാസന ന്യായവിധിയിൽ ദൈവം സിംഹാസനത്തിലിരുന്ന് തൻ്റെ ഒരു സൈഡിലുള്ള വിശുദ്ധന്മാരെ നോക്കുമ്പോൾ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു പ്രകാശം ഇവരുടെ മേലെ അടിക്കുകയും അന്ന് വരെ ഇവർ ഓരോരുത്തരും അവരവരുടേതായ ഫേസിൽ കണ്ടുവെങ്കിൽ ആ ഫൈനൽ മൊമെന്റിൽ സകല മനുഷ്യരും ഒരൊറ്റ രൂപമായി മാറുകയായി. എല്ലാവരും യേശുവിൻ്റെ അതേ രൂപമായി മാറുകയാണ്. ആമേൻ. ഇതാണ് ഞാൻ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായത്. എന്നാൽ തിരുവചനം അതിനോട് ഐക്യതപ്പെടുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രൂപത്തോട് നാം അനുരൂപപ്പെടുവാൻ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഇന്ന് എനിക്ക് അനുവദിച്ചു തന്ന സമയം തീർന്നു. ഇന്ന് നിങ്ങൾക്കിത് ചവയ്ക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ചിന്തിച്ചോ ഈ ശരീരത്തിൻ്റെ ചവയാണോ ചിന്തിച്ചേ? അതും പോയി ചവച്ചോ. തുടർന്ന് 60% നമുക്കിനി മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ബേസിക് അടിസ്ഥാനമായ 1-2 കല്ലുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് PowerPoint പ്രസൻറ്റ് സ്ക്രീൻ ഓൺ ചെയ്തെങ്കിലും നിങ്ങൾ ഒന്നും സ്ക്രീനിൽ കണ്ടില്ല. കാരണം അങ്ങോട്ടേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടത് അത് വചനം നോക്കി അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിക്കോ, തരരുത്. കാരണം അവസാന ദിവസമാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൽ അധികവും നിങ്ങൾക്ക് തീർത്ത് തന്നിട്ടുണ്ടാകും. പേപ്പറിൽ നിങ്ങൾ എഴുതിക്കോ. അല്ലെങ്കിൽ ഇപ്പം തരണ്ട, അവസാനം വന്നിട്ട് ലാസ്റ്റ് തലേ ദിവസവും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ ദൈവദാസനെ ഏൽപ്പിക്കുക, അദ്ദേഹം എന്നെ ഏൽപ്പിക്കും. തുടർന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദൈവമല്ല എന്ന്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സഭയുടെ പ്രയോജനത്തിനായി അത് മാറുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുന്നത് ആയിരിക്കും. ഗ്ലോറി. ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം ദൈവം ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ്: നിങ്ങൾ ഒരെണ്ണം പോലും പിശാചിന് കിട്ടരുത്. നിങ്ങളെല്ലാവരും, മാത്രമല്ല നിങ്ങളിലൂടെ വചനം കേൾക്കുന്ന വ്യക്തികൾ ദൈവരാജ്യം, സ്വർഗരാജ്യം അവകാശം ആക്കണം. ഗ്ലോറി. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു നമ്മളോട്? അതിനെന്ത് വേണം? കൈപൊക്കിയതുകൊണ്ടൊന്നും എത്തത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ ഉറക്ക അലിലിയ പറഞ്ഞതുകൊണ്ടും തൊണ്ട കീറിയതൊന്നും അവിടെ എത്തത്തില്ല. പിന്നെ എന്ത് വേണമെന്ന് പറഞ്ഞേ? വചനം എന്താ പറയണേ? ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അവന് ദൈവത്തിന്റെ പർദീസയിലുള്ള ആദത്തിന് കിട്ടാത്ത, പാരഫ്രൈസ് ചെയ്യാണ്, ആദത്തിന് കിട്ടാത്ത ജീവവൃക്ഷത്തിന്റെ ഫലം അവന് തിന്നാൻ കിട്ടും. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം? നമ്മൾ പാസ്റ്ററായിരിക്കാം, അപ്പസ്തോലനായിരിക്കാം, പ്രവാചകനായിരിക്കാം, സുവിശേഷകനായിരിക്കാം, സാധാ വിശ്വാസിയായിരിക്കാം, ആരുമാകട്ടെ, നീ ജയിച്ചാൽ നിനക്ക് കിട്ടും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. താങ്ക് യു വെരി മച്ച് സഹോദരങ്ങളെ. ചെന്നിരുന്നാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ജീസസ്, ഐ താങ്ക് യു, ഐ ഗീവ് യു ഗ്ലോറി. കേട്ട വചന ഹൃദയത്തിൽ ധ്യാനിക്കാം. ചില അടിസ്ഥാന കല്ലുകൾ മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് വേണ്ട ചില അടിസ്ഥാന കല്ലുകൾ അവിടെയും ഇവിടെയും ഇടുവാനിടയായി. നാം മനസ്സിലാക്കി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യ ജീവിയാ, ദൃശ്യ ശരീരത്തോടു കൂടിയുള്ള അദൃശ്യ ജീവി. അവനെ ദൈവത്തിന് അനുരൂപമായാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം ആത്മാവാ, അദൃശ്യനാ. ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിച്ച മനുഷ്യൻ ദൃശ്യമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം അവനൊരു ശരീരം കൊടുത്തിരിക്കുന്നു. മനുഷ്യന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്
അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യനായ ആയുധമാണ് മനുഷ്യൻ. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യനായ ആയുധം. ആയുധം എവിടെ ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം എന്ന് മനുഷ്യൻ അറിഞ്ഞുകൂടാ. മനുഷ്യനെ ഒന്ന് പരിശോധന കഴിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിൽ ദൈവരാജ്യമെന്ന തന്റെ കുടുംബത്തിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യൻ അവിടെ പരാജയപ്പെട്ടു. ജീവനോടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാൾ നീ മരിക്കുമെന്ന് ദൈവം അവനോട് പറഞ്ഞുവെങ്കിലും അനുസരണക്കേടിലൂടെ അവൻ മരിച്ചു. അവൻ ജീവന്റെ സോണിൽ നിന്ന് അവൻ മാറ്റപ്പെട്ട് മരണത്തിന്റെ സോണിലായി തീർന്നു. മരണത്തിന്റെ സോണിലേക്ക് കടന്നു വീണ മനുഷ്യൻ അവനെ മരണത്തിന്റെ സോണിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം, സ്നേഹനിധിയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരികയാ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന പിതാവായ ദൈവം ഒരു മനുഷ്യ ശരീരത്തിൽ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പിശാച് നിന്നെ അറുത്തുവെങ്കിൽ, പിശാച് നിന്നെ മുടിച്ചുവെങ്കിൽ, പിശാച് നിന്നെ കൊന്നുവെങ്കിൽ, ഇതാ ഞാൻ വന്നത് നിനക്ക് ജീവൻ തരുവാനാണ്, അത് നിത്യമായി തരുവാനാണ്. യേശു അതിനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അറിയേണ്ടത് നാം അറിഞ്ഞു കഴിയുമ്പോൾ വിടേണ്ടത് നാം വിടുവാൻ ഇടയാകും. ആ സർവശക്തനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് മുട്ടുകളെ മടക്കാം. ഇന്ന് നമ്മൾ സഭയിലേക്ക് മടങ്ങി വന്നു, ഏദനിലേക്ക് മടങ്ങി വന്നു. യേശുവിന്റെ പ്രവൃത്തികളാൽ ഏദനിലേക്ക് നാം, സഭയിലേക്ക് നാം മടങ്ങി വന്നു. എന്നാൽ സഭയിലുള്ള വ്യക്തികളോട് പറയുകയാണ്, ഈ ലോകത്ത് ശബ്ദപരിധിയിൽ എവിടെ നിന്നെല്ലാം ആരെല്ലാം എന്നെ കേൾക്കുന്നുവോ ആ വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മകനെ, ഇതുവരെ നിനക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കിട്ടിയിട്ടില്ല. ജീവവൃക്ഷത്തിന്റെ ഫലം അത് എടുക്കുന്നതല്ല, അത് കൊടുക്കുന്നതാ. അത് ആർക്കാണ് ഞാൻ കൊടുക്കുന്നത്? ജയിക്കുന്നവന് ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അതുകൊണ്ട് സഭയിലുള്ള ഓരോ വ്യക്തികളും, എല്ലാ ദൈവദാസന്മാരും മനസ്സിലാക്കിക്കൊള്ളുക, സഭയിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ജയം ആവശ്യമാണ്. ഇത് എന്റെ പ്രസംഗമല്ല, യേശു ക്രിസ്തുവിന്റെ പ്രസംഗമാണ്. എഫേസ്യ സഭയോട് പറയുന്ന പ്രസംഗമാണ്. യേശുവിന്റെ 7 പ്രസംഗങ്ങളിൽ ഒന്നാമത്തെ പ്രസംഗമാണത്. ആ രാജാതി രാജാവായ യേശുവിന്റെ പ്രസംഗം നാം ശ്രദ്ധയോടെ കേട്ട്, ഇതാ ഇനി എന്തിൽ നിന്ന് ജയം പ്രാപിക്കണം, എങ്ങനെ ജയം പ്രാപിക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തുടർന്നുള്ള ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ ട്യൂൺ ചെയ്യപ്പെടുന്നുവെങ്കിൽ, ഈ സന്ദേശത്തിൽ നിങ്ങൾ ട്യൂൺ ചെയ്യപ്പെടുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് മനസ്സിലാക്കി തരുവാനിടയാകും. കർത്താവെ, അങ്ങ് ഇട്ട ഈ അടിസ്ഥാന കല്ലുകൾക്ക് ഇതാ ഞാൻ എൻ്റെ മുട്ട് മടക്കുന്നു, ഇതെന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. തുടർന്നും കർത്താവെ സ്വീകരിക്കുവാൻ ഇതാ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കാതോർക്കുന്നു, എന്നെ അങ്ങ് സഹായിക്കണമേ എന്ന മനോഭാവത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണങ്ങാം. സ്വർഗീയ പിതാവേ, കൊട്ടാരക്കരയിലുള്ള ഈ സഭ അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല മാധ്യമങ്ങളിലൂടെ അങ്ങേ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ചിന്തകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് ഓരോ മക്കളും കടന്നു വരുവാൻ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക്, അനുഗ്രഹീത കരങ്ങളിലേക്ക് ഇങ്ങയുടെ കുഞ്ഞുങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ ഈ മക്കൾ അറിയുകയും അങ്ങയുടെ തിരുഹിതം ഈ മക്കൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ അദൃശ്യനായ അങ്ങയുടെ കരങ്ങളിലെ ദൃശ്യമായ ആയുധങ്ങളാക്കി ഈ ഹോളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഈ ശബ്ദപതിയിൽ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും മാറ്റണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കേട്ട വചനം ദീപം പോലെ കരുതുക, അത് അങ്ങനെ തന്നെ ഉറപ്പിക്കുക. നിങ്ങളുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് ദൈവദാസന്മാർ, ദാസിമാർ ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ അവരോട് കൂട്ടി വരുത്തുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്.